എന്ത് പറയാനാണ്, ചിലതങ്ങനാണ്. നമ്മൾ എത്രയൊക്കെ വളവും വെള്ളവും ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും ചിലത് പിടിച്ച് കിട്ടണമെന്നില്ല. ചെടിയുടെ കാര്യത്തിലാണെങ്കിലും മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിലും. ഓക്കെ, അപ്പം നമ്മുടെ മെലസ്റ്റോമയൊന്നും നമുക്കങ്ങനെ നമ്മൾ കുഴിച്ച് വെച്ചതൊന്നും പിടിച്ച് കിട്ടിയില്ല. അതാണ്ട് കരിഞ്ഞുണങ്ങിപ്പോയി. അപ്പം നമുക്കങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ. നമ്മളപ്പം വീണ്ടും നമ്മുടെ നെയ്ബറിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മെലസ്റ്റോമയുടെ തൈയും കുറച്ച് അല്ലറ ചില്ലറ തൈകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇന്നൊന്ന് കുഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല സന്തോഷമുണ്ട്. കാരണം ഈ ചെടികളൊക്കെ കാണുമ്പോൾ കുഴിച്ച് വയ്ക്കാനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ കുഴിച്ച് വയ്ക്കുമ്പം എല്ലാം കിളുക്കണമെന്നുള്ള രീതിക്കായിരിക്കും കുഴിച്ച് വയ്ക്കുന്നത്. പക്ഷേ അതിൽ ഒന്നോ രണ്ടോ ആയിരിക്കും മേ ബി പിടിച്ച് കിട്ടുന്നത്. ചിലപ്പം അതും പിടിച്ച് കിട്ടത്തില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെടികളുടെ കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ സന്തോഷത്തോടെ എല്ലാം ഞാൻ കുഴിച്ച് വയ്ക്കുന്നുണ്ട്. എത്രയൊക്കെ ഇതിൽ നിന്ന് പിടിച്ച് കിട്ടും, എങ്ങനെയൊക്കെ പിടിച്ച് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഇതുപോലെ കറ്റാർവാഴയ്ക്കകത്ത് മുക്കിയിട്ട് ചെടി നടുവാണെങ്കിൽ ചിലപ്പോൾ പിടിച്ച് കിട്ടുമെന്ന് ഞാനൊരു ഹാക്ക് കണ്ടു. നമുക്ക് അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നേരത്തെ അങ്ങനെയൊക്കെയാണ് ചെയ്തത്. നമ്മൾ പിന്നെ ഈ വട്ടം പോട്ടി മിക്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയായിരിക്കും, ഇത് പിടിച്ച് കിട്ടുമോ ഇല്ലേന്നൊക്കെ. ശരിക്കും പറയാം, മെലസ്റ്റോമയുടെ തൈയൊക്കെ പിടിപ്പിച്ചെടുക്കാൻ ഇങ്ങനെ നട്ട് നമ്മളിങ്ങനെ കമ്പ് കുത്തി പിടിപ്പിച്ചെടുക്കാനൊക്കെ നല്ല പ്രയാസമുള്ള ചെടികളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്നാൽ പോയി ഇവക്ക് കടയിൽ നിന്ന് പോയി 2 തൈ മേടിച്ച് കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് നട്ടാൽ പോരെ. നമ്മൾ എന്ത് ചെയ്താലും പരീക്ഷണമല്ലേ. അപ്പം പിന്നെ ഇങ്ങനെ കൂടി പരീക്ഷിച്ച് നോക്കിക്കൂടാന്നില്ലല്ലോ. അങ്ങനെ നമ്മളെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട്. നട്ടു കൊടുത്ത് വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ കിളിർക്കോ ഇല്ലയെന്ന് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കാം.